കേരളത്തിൽ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ഒരു നീക്കം എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കേരളത്തിൽ 14ഓളം MP-മാർ കോൺഗ്രസിനുണ്ടെങ്കിലും MLA-മാരുടെ കാര്യത്തിൽ കോൺഗ്രസിൽ എന്തുകൊണ്ട് ഇത്ര പഞ്ഞം എന്ന വലിയ ചോദ്യമുണ്ട് രാഷ്ട്രീയപരമായി. ഇതിനു മുമ്പ് 2011-ൽ 38 MLA-മാർ കോൺഗ്രസിനുണ്ടായിരുന്നു എന്നതാണ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന ടാലി. എന്നാൽ കോൺഗ്രസ് 90 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 70 സീറ്റെങ്കിലും ജയിച്ചെടുക്കേണ്ടത്, അതല്ലെങ്കിൽ 60-ന് മുകളിൽ സീറ്റ് ജയിച്ചെടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. സഖ്യകക്ഷികൾക്ക് കൂടി പ്രയോജനപ്പെടണമെങ്കിൽ അവർക്ക് മാത്രം സീറ്റ് കിട്ടിയാൽ പോരാ എന്നുള്ളത് മുസ്ലിം ലീഗ് തന്നെ പറയുന്നുണ്ട്. കോൺഗ്രസിനുണ്ടാകുന്ന ഒരു ജർക്ക്, ആ ഒരു പ്രശ്നം, അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നത് ആഭ്യന്തര കലഹവും ഗ്രൂപ്പിസവും ഒരുപോലെ പന്തലിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് മാറ്റപ്പെടേണ്ടതാണ്. രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ അധികാരം കൃത്യമായി കൈയാടുന്നതിനെ കുറിച്ചുള്ള ആലോചന വിട്ടുകൊണ്ട് UDF-നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം ആലോചിക്കണം എന്നുള്ളത് ലീഗ് തന്നെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. നിലവിൽ UDF സംവിധാനത്തിനകത്ത് കോൺഗ്രസിനോടൊപ്പം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഒക്കെ ചേരുന്നതാണ്. എന്നാൽ അതിനകത്ത് കുറച്ചുകൂടി കെട്ടുറപ്പോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. ഇതിനകത്താണ് ലയന സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതും മറ്റ് പ്രാദേശിക പാർട്ടികൾ കൂടി ഇപ്പോൾ UDF മുന്നണിയിലേക്ക് വരാൻ തീരുമാനിക്കുന്നത്. അതിനകത്ത് NCP ഘടകമുണ്ട്, അതുപോലെ തന്നെ JDS ഘടകമുണ്ട്. NCP ഘടകത്തിനകത്ത് പ്രധാനമായും PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ തിരികെ UDF-മായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. NCP നേതാവായിരുന്നു മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ ഇപ്പോൾ കൃത്യമായി UDF-ന്റെ കൂടെയാണ്. പാലാ സീറ്റ് NCP-യുടെ കൈവശമായിരുന്ന സീറ്റായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്ത നിമിഷമാണ് മാണി സി കാപ്പൻ UDF-മായി ചേർന്നുകൊണ്ട് സഹകരിച്ച് അവിടെ വിജയിച്ച MLA ആയത്. നിലവിൽ NCP മാണി സി കാപ്പനെ തിരികെ വിളിക്കുന്ന രാഷ്ട്രീയ സമീപനമുണ്ടായാൽ തീർച്ചയായും AK ശശീന്ദ്രനെ NCP വിടേണ്ടി വരികയോ അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായി മാറുകയോ അത്തരത്തിലൊരു പ്രത്യേക ഫാക്ഷൻ രൂപീകരിക്കുകയോ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം വരും. തോമസ് കെ തോമസിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ സജീവമാണെങ്കിലും UDF-ലേക്ക് പോകാനാണ് കൂടുതൽ ആഗ്രഹം എന്ന രീതിയിലേക്ക് തോമസ് കെ തോമസ് മാറുകയാണ്. ആന്റണി രാജു PJ ജോസഫുമായി സഹകരിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ്. ആന്റണി രാജു കൃത്യമായി പറയുന്നുണ്ട് തൻ്റെ രാഷ്ട്രീയ ഗുരു PJ ജോസഫ് തന്നെയാണ്. PJ ജോസഫിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നിലവിലെ മുന്നണി സാഹചര്യമാണ് തന്നെ തിരുവനന്തപുരത്ത് നിർത്തിയത്. എന്നാൽ തിരുവനന്തപുരത്ത് സിറ്റിംഗ് സീറ്റ് ഇനി ആന്റണി രാജുവിന് നൽകാൻ ഉദ്ദേശമില്ലെങ്കിൽ തീർച്ചയായും ആന്റണി രാജു കൃത്യമായും മത്സരിക്കുന്നത് UDF പാളയത്തിൽ ചെന്നായിരിക്കും. അതിനുതകുന്ന രീതിയിലുള്ള സീറ്റ് ചർച്ചകൾ ഉൾപ്പെടെ വരും. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസ് ഒരുപക്ഷെ ആന്റണി രാജുവിന് വിട്ടു നൽകുമോ എന്ന രീതിയിൽ വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായും ആന്റണി രാജു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിയായി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ, തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ UDF-ൽ ചർച്ചകൾ സമാന്തരമായി രൂപം പ്രാപിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് വരും ദിവസങ്ങളിൽ ഏറ്റവും അതിശക്തമായ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറാൻ കേരളത്തിൽ സംഭവിക്കാൻ എല്ലാ രീതിയിലുള്ള സ്കോപ്പും ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്.